Hello everyone. In this part, we'll see module 2, that is stock market analysis. Stock market analysis basically involves evaluating a stock to make buying and selling decision. അതായത് ഒരു ഷെയർ വാങ്ങണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ്. അത് വാങ്ങണോ അല്ലെങ്കിൽ ഇപ്പം അത് വിൽക്കണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നു. അത് ബേസിക്കലി രണ്ട് കൈൻഡ് ഓഫ് അനാലിസിസ് ഉണ്ട്, ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന്റെ ബേസിക് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ്, അതിന്റെ എത്രയാണ് അതിന്റെ റിട്ടേൺ കിട്ടുന്നത്, എത്ര ഡിവിഡൻഡ് ആണ് അത് നൽകുന്നത്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ വെച്ച് ഡിസൈഡ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന്റെ ചാർട്ടും ഗ്രാഫും ഒക്കെ വെച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ്, വാങ്ങണോ വിൽക്കണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാരുതി സുസുക്കിന്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് വരുന്നത്. അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇത്ര, ഇപ്പോഴത്തെ പ്രൈസ് ഇത്രയാണ്, ഹയസ്റ്റ് പ്രൈസ്, ലോവസ്റ്റ് പ്രൈസ്, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇത്രയാണ്. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇത്രയാണ്, ഇത്ര 0.99% ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അതിന്റെ ഫേസ് വാല്യൂ 5 ആണ്. അങ്ങനത്തെ പല കാര്യങ്ങളും നോക്കിയിട്ട് ഷെയർ നല്ലതാണോ മോശമാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. നേരെ മറിച്ച് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ അതിന്റെ ചാർട്ടും ഗ്രാഫും ഒക്കെ നോക്കിയിട്ട് വാങ്ങണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത് ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ അതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കും, ക്യാഷ് ഫ്ലോ നോക്കും, പല തരത്തിലുള്ള റേഷ്യോസ് നോക്കും. അതൊക്കെ അതിന്റെ പീർസ് ഒക്കെ ആയിട്ട്, അതായത് മാരുതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയ മഹീന്ദ്ര, ഹുണ്ടായി, അതൊക്കെ ആയിട്ട് കമ്പയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വാങ്ങുന്നതാണ് എന്ത് ഫണ്ടമെന്റൽ അനാലിസിസ്. നേരെ മറിച്ച് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ട്, ചാർട്ടിന്റെ ഒക്കെ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നല്ലതാണോ, ഇനി കൂടാൻ ചാൻസ് ഉണ്ടോ, ഈ ഒരു ചാർട്ടിന്റെ പാറ്റേൺ വെച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത് technical analysis. So in this part, we'll see details regarding fundamental analysis. So fundamental analysis is a method of analysis that involves evaluation of a business at its at a basic financial health. അതായത് ഒരു ബിസിനസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റവന്യൂ, പ്രോഫിറ്റ്, അതിന്റെ കടം, എല്ലാ കാര്യങ്ങളും അത് എവിടെ നിന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടു ബാലൻസ് ഷീറ്റിലെ വാല്യൂസ്, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ വാല്യൂസ്, ക്യാഷ് ഫ്ലോയിലെ വാല്യൂസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഷെയറിന്റെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇത് ഷെയർ ഹോൾഡേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റും ഒരു ഷെയർ അണ്ടർ വാല്യൂഡ് ആണോ, അതായത് അതിന് വാല്യൂ ഉണ്ട് പക്ഷെ അതിന്റെ വാല്യൂ ഇപ്പം എന്താണ് മൊത്തത്തിൽ തിരിച്ചറിയുന്നില്ല, അണ്ടർ ആയിട്ടാണ് ഇത് വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ, അതിന്റെ യഥാർത്ഥ വാല്യൂവിനെക്കാട്ടും അധികമായിട്ടാണോ ഇപ്പൊ അത് നിൽക്കുന്നത്, ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അതിന്റെ ബേസിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് വേരിയസ് മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ആൻഡ് കമ്പനീസ് മാനേജ്മെന്റ് ടീം ടു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇപ്പൊ ബേസിക്കലി ഫണ്ടമെന്റൽ അനാലിസിസിൽ 3 കൈൻഡ് ഓഫ് അനാലിസിസ് ഇൻവോൾവ് ആണ്. ഒന്ന് ഇക്കണോമിക് അനാലിസിസ്, പിന്നെ കമ്പനി അനാലിസിസ് ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ്. ഇക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നടത്തുന്ന അനാലിസിസ്. അതായത് ഇക്കണോമിയിൽ ഇപ്പം വാർ, ഇൻഫ്ലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഷെയർ പ്രൈസിനെ എഫക്ട് ചെയ്യും. ഇപ്പം ഓയിൽ പ്രൈസ് ക്രൈസിസ് വരുന്ന സമയത്ത് ഓയിൽ സ്റ്റോക്സിനെ അത് എഫക്ട് ചെയ്യും. അത് എന്താണ് ഇക്കോണമിയിലെ അവസ്ഥ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതാണ് ഇക്കണോമിക് അനാലിസിസ്. വിൽ സീ ഇൻ ഡീറ്റെയിൽ. കമ്പനി അനാലിസിസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബേസിക് നേരത്തെ കണ്ട റേഷ്യോസ് ഒക്കെ വെച്ചിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, അതൊക്കെ വെച്ച് അനലൈസ് ചെയ്യുന്നതാണ് കമ്പനി അനാലിസിസ്. ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ്, അതായത് എത്ര ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രൊമോട്ടേഴ്സിന്റെ എത്ര ഹോൾഡിംഗ് ഉണ്ട്, സാധാരണ ആൾക്കാർക്ക് എത്ര ഹോൾഡിംഗ് ഉണ്ട്, അത് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നതാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ്. ഇപ്പൊ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യും, അതിൻ്റെ അകത്ത് ഇക്കണോമിനെ വെച്ച് കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യും, കമ്പനിയുടെ ബേസിക് കാര്യങ്ങൾ റേഷ്യോസ് വെച്ച് അനലൈസ് ചെയ്യും, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വെച്ചിട്ടും അനലൈസ് ചെയ്യും. ഓക്കെ, നൗ അബൌട്ട് ദി ബെനിഫിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്. നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഭാവിയിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പൊ വിൽക്കണോ, അതുപോലെ തന്നെ സ്റ്റോക്സിന്റെ വാല്യൂ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ആണോ, അതിന്റെ വാല്യൂ കൂടുതലായിട്ടാണോ കാണിക്കുന്നത്, അത് അറിയാൻ വേണ്ടി സഹായിക്കും. കമ്പനീസ് നമ്മൾ ഓൾറെഡി കണ്ടു, മാരുതി സുസുക്കി അതിന്റെ പീർസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പല റേഷ്യോസും വെച്ചിട്ട്, പിന്നെ കമ്പനിയുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ വെച്ചിട്ട്,
പിന്നെ ഇറ്റ് റിഡ്യൂസസ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, ഡെറ്റ് അതൊക്കെ നോക്കിയിട്ട് റിസ്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സഹായിക്കും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള റിസ്ക്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് പ്രൊട്ടക്ട്സ് എഗെയിൻസ്റ്റ് മാർക്കറ്റ് റൂമേഴ്സ്. അതായത് ചില കമ്പനീസിനെ കുറിച്ച് വെറുതെ മാർക്കറ്റിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. പക്ഷെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പനിയുടെ ഏതാണ്ട് കറക്റ്റ് വാല്യൂ റേഷ്യോസ് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കും. സോ ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്. നൗ ലെറ്റ്സ് സീ ഇറ്റ്സ് ലിമിറ്റേഷൻ. ടൈം കൺസ്യൂമിംഗ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് ഡേറ്റയൊക്കെ എടുത്തു വെച്ചിട്ട് ഒരുപാട് ടൈം എടുത്ത് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് ഡേറ്റ വെച്ചിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴത്തെ ഡേറ്റയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്ന് ഇല്ല. പെട്ടെന്ന് മാർക്കറ്റിലെ ക്രാഷോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫാക്ടേഴ്സ് അത് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസ് ടു മാർക്കറ്റ് സൈക്കോളജി. അതായത് മാർക്കറ്റിൽ പെട്ടെന്ന് നടക്കുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് നടക്കുന്ന ഇവന്റ്സ്, അതായത് ഫിയർ, ഗ്രീഡ്, അങ്ങനത്തെ പെട്ടെന്ന് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് മാർക്കറ്റിൽ. ഇപ്പം വാർ നിർത്താന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാർക്കറ്റ് കൂടും. അത് നമുക്ക് പാസ്റ്റ് ഡേറ്റ് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ സബ്ജക്ടിവിറ്റി. സോ സം ആസ്പെക്ട്സ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ് ക്യാൻ ബി സബ്ജക്റ്റീവ്. അതായത് മാനേജ്മെന്റ് ക്വാളിറ്റി, പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഓരോ ഇത് അനലൈസ് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്. സോ ഇൻ ദിസ് പാർട്ട് വി ഹാവ് സീൻ stock market analysis. It's two types: fundamental analysis, benefits, and its limitations.